മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ അഭിനേത്രിയായ ഭാവനയും കന്നഡ നിർമ്മാതാവും തമ്മിലുള്ള വിവാഹം തീരുമാനിച്ചിട്ട് നാളുകളേറെയായി. കമൽ സംവിധാനം ചെയ്ത നമ്മളിലെ പരിമളത്തിലൂടെ തുടങ്ങിയ ഭാവനയുടെ ജൈത്രയാത്ര മലയാളവും കടന്ന് തമിഴും തെലുങ്കും കന്നഡയും കീഴടക്കി. ഭാവനയുടെ ആദ്യ കന്നഡ ചിത്രമായ റോമിയോയുടെ നിർമ്മാതാവ് നവീനായിരുന്നു. ജീവിതത്തിൽ താരം നേരിട്ട പ്രതിസന്ധികളിൽ സർവ്വ പിന്തുണയുമായി നവീനും കൂടെയുണ്ടായിരുന്നു. റോമിയോയുടെ കഥ പറയാൻ കൊച്ചിയിലെത്തിയപ്പോഴാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത്. സിനിമയുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു അന്ന് സംസാരിച്ചതും. നവീനുമായുള്ള പ്രണയത്തെക്കുറിച്ച് പ്രമുഖ മാഗസിനു നൽകിയ അഭിമുഖത്തിലാണ് താരം വെളിപ്പെടുത്തിയിട്ടുള്ളത്. റോമിയോ സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ നവീനെ ഭാവന ആദ്യമായി കാണുന്നത് കൊച്ചിയിൽ വെച്ചാണ്. ചിത്രത്തിന്റെ കഥ പറയാനെത്തിയ നവീൻ സിനിമാ കാര്യങ്ങൾ മാത്രമേ അന്ന് സംസാരിച്ചിട്ടുള്ളൂ എന്നും താരം ഓർക്കുന്നു. റോമിയോ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഭാവനയുടെ അമ്മയും നവീനും അരമണിക്കൂറോളം സംസാരിച്ചിരുന്നു. എന്നാൽ മലയാളം അറിയാത്ത നവീനും മലയാളം മാത്രം അറിയുന്ന അമ്മയും എങ്ങനെ അരമണിക്കൂർ സംസാരിച്ചുവെന്ന് അറിയില്ലെന്നും ഭാവന പറയുന്നു. നവീനോട് സംസാരിച്ചതിനു ശേഷം ഇതുപോലെയുള്ള പയ്യനാണ് മകളെ കല്യാണം കഴിക്കാൻ വരേണ്ടതെന്ന് അന്ന് അമ്മ പറഞ്ഞിരുന്നുവെങ്കിലും താൻ അത് കാര്യമായി എടുത്തിരുന്നില്ല. തന്നെ വിളിക്കുമ്പോഴെല്ലാം നവീൻ സംസാരിച്ചിരുന്നത് സിനിമയെക്കുറിച്ച് മാത്രമായിരുന്നു. തിരക്കുള്ള ആളാണെങ്കിലും നല്ല സുരക്ഷിതത്വ ബോധം തരാൻ നവീന് കഴിഞ്ഞിരുന്നുവെന്നും ഭാവന പറയുന്നു. തങ്ങളുടെ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുന്നതായി ഇരുവരും തിരിച്ചറിഞ്ഞിരുന്നു. പരസ്പരം വിളിക്കാൻ വേണ്ടി രണ്ടുപേരും കാത്തിരിക്കുമായിരുന്നു. പക്ഷെ പ്രണയം തുറന്നു പറയാൻ രണ്ടുപേർക്കും മടിയായിരുന്നു. കന്നഡ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലായിരിക്കുന്ന സമയത്താണ് ഇരുവരും ഇഷ്ടം തുറന്നു പറഞ്ഞത്. താനും നവീനും പ്രണയത്തിലാണെന്ന് വീട്ടിലറിയിച്ചപ്പോൾ അമ്മയ്ക്ക് ഏറെ സന്തോഷമായിരുന്നു. എന്നാൽ മലയാളിയല്ലെന്നറിഞ്ഞതോടെ അച്ഛന് അത്ര താല്പര്യം തോന്നിയിരുന്നില്ലെന്നും താരം പറഞ്ഞു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.